ഓം നമ ശിവായ. എല്ലാവർക്കും നമസ്കാരം. എന്തുകൊണ്ടാണ് ചിലർ എത്ര പ്രാർത്ഥിച്ചാലും ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിയാത്തത്? ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിനും ജന്മകർമ്മങ്ങൾക്കും അനുസരിച്ചാണ് ആരാധന നടത്തേണ്ടത്. നമ്മുടെ ജന്മനക്ഷത്രത്തിന് അനുയോജ്യമായ ഇഷ്ടദേവതയെ അറിഞ്ഞു ഭജിച്ചാൽ ആ പ്രാർത്ഥനകൾക്ക് ഫലം ഇരട്ടിയായിരിക്കും. ജീവിതത്തിലെ വിഘ്നങ്ങൾ നീങ്ങാനും ഐശ്വര്യം കളിയാടാനും നിങ്ങളുടെ ഇഷ്ടദേവതയെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ നക്ഷത്രക്കാരും ഭജിക്കേണ്ട ദേവതകളെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. അശ്വതി, മകം, മൂലം നക്ഷത്രക്കാർ വിഘ്നേശ്വരനായ ഗണപതി ഭഗവാനെയാണ് പ്രാധാന്യം കൊടുത്ത് ഭജിക്കേണ്ടത്. വിനായക ചതുർത്ഥി വ്രതം നോൽക്കുന്നത് നിങ്ങളുടെ ജീവിത തടസ്സങ്ങൾ മാറുന്നതിന് സഹായിക്കും. ഭരണി, മകയിരം, അനിഴം, അവിട്ടം, ചിത്തിര ഈ നക്ഷത്രക്കാർ ശക്തി സ്വരൂപിണിയായ ഭദ്രകാളിയെയും സുബ്രഹ്മണ്യ സ്വാമിയെയുമാണ് ആരാധിക്കേണ്ടത്. ദുരിതങ്ങൾ അകറ്റാൻ അമ്മയുടെ കരുണ ഒന്നു മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ മതിയാകും. കാർത്തിക, ഉത്രം, ഉത്രാടം, അത്തം നക്ഷത്രക്കാർ സൂര്യദേവനെയും ഭഗവാൻ ശിവനെയും പ്രീതിപ്പെടുത്തണം. ഞായറാഴ്ചകളിൽ സൂര്യനെ വണങ്ങുന്നത് ഉത്തമമാണ്. രോഹിണി, പുണർദം, തിരുവോണം, രേവതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർ സാക്ഷാൽ ഭഗവാൻ വിഷ്ണുവിനെയും കൃഷ്ണനെയും ഭജിക്കേണ്ടതായിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമാകുന്നു. തിരുവാതിര, ഉത്രട്ടാതി നക്ഷത്രക്കാർ മഹാദേവനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. ശിവക്ഷേത്ര ദർശനവും ധാരയും തിങ്കളാഴ്ചകളിൽ വഴിപാടായി നടത്തുക. പൂയം, ആയില്യം, തൃക്കേട്ട നക്ഷത്രക്കാർ ഭഗവാൻ വിഷ്ണുവിനൊപ്പം നാഗദൈവങ്ങളെയും ആരാധിക്കേണ്ടതായിട്ടുണ്ട്. രാഹു, കേതു ദോഷങ്ങൾ മാറാൻ ഇങ്ങനെയുള്ള ആരാധന നിമിത്തം സഹായകമാകും. പൂരം, പൂരാടം നക്ഷത്രക്കാർ ലക്ഷ്മി ദേവിയെയും പാർവതി ദേവിയെയും ഭജിക്കുക. സാമ്പത്തിക ഉന്നതിയും കുടുംബ ഐശ്വര്യത്തിനും ദേവീ ഭജനമാണ് നിങ്ങൾക്ക് അത്യുത്തമം. ഇനി ചോതി നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിയെയും വിശാഖം നക്ഷത്രക്കാർ ഭഗവാൻ സുബ്രഹ്മണ്യനെയും പ്രത്യേകം പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വഴിപാടുകൾ കഴിക്കുന്നതിനേക്കാൾ പ്രധാനം ഭക്തിയോടുള്ള സമർപ്പണമാണ്. നിങ്ങളുടെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക. ജന്മനക്ഷത്ര ദിവസം വിശേഷാൽ പൂജകൾ നടത്തുക. ഭഗവാൻ കൂടെയുണ്ടെങ്കിൽ ഏതു പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. പ്രതിസന്ധികൾക്ക് നമ്മളെ തളർത്താൻ സാധിക്കില്ല. എല്ലാവർക്കും സർവേശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നന്മകൾ നേരുന്നു.